കോട്ടയത്തും കനത്ത മഴ തുടരുകയാണ്. കോട്ടയം ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോട്ടയം ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. നമുക്കൊപ്പം ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ഗുഡ് മോർണിംഗ് ടോബി ജോൺസൺ. മഴയൊക്കെ എപ്പിടി കോട്ടയത്ത്? എന്നതാടേ, എന്ത് മഴയാ, പറഞ്ഞോളൂ. രണ്ട് ദിവസമായിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ന് സ്കൂളുകൾക്കെല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജില്ലാ കളക്ടർ രാവിലെയാണ് ഈ അവധി പ്രഖ്യാപിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഓഫീസിലേക്ക് പോരുന്ന വഴിക്കൊക്കെ വിദ്യാർത്ഥികളൊക്കെ വഴിയിൽ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും ഇന്ന് പുലർച്ചെയാണ് അവധി പ്രഖ്യാപിച്ചത്. അതിനുള്ള കാരണം ഇന്നലെ രാത്രിയിലും അതുപോലെ തന്നെ ഇന്നലെ പല സ്ഥലങ്ങളിലും ശക്തമായിട്ടുള്ള കാറ്റ് മഴയ്ക്കൊപ്പം വീശുന്നുണ്ടായിരുന്നു. ആ കാറ്റ് വീശിയതിനെ തുടർന്ന് പല സ്ഥലങ്ങളിലും മരം കടപുഴകി വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചു. മുണ്ടക്കയത്ത് ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ മുൻവശത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം കടപുഴകി വീഴുന്ന ഒരു കാഴ്ച കാണാനായി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കുമരകത്ത് രണ്ടിടത്ത് മരം കടപുഴകി വീണു. അതുപോലെ തന്നെ കടുത്തുരുത്തി മേഖലയിലുണ്ടായി, ചങ്ങനാശ്ശേരി മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായി. അങ്ങനെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള കാറ്റിനെ തുടർന്ന് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു അവധി പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർ തീരുമാനിച്ചിരിക്കുന്നത്. ജാഗ്രത പുലർത്താനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ നൽകിയിട്ടുണ്ട്. ജലനിരപ്പ് മീനച്ചിലാറ്റിൽ ഉയരുന്നത് അല്പം കുറവാണെങ്കിലും ഈ കാറ്റിനെ തുടർന്നുണ്ടാകുന്ന ആശങ്കയാണ് ഇപ്പോൾ ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. സുരക്ഷിതമായിട്ട് ഇരിക്കാൻ, അതായത് മേൽക്കൂരകളൊക്കെ സുരക്ഷിതമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം അത്രത്തോളം ശക്തമായിട്ടാണ് കാറ്റ് വീശുന്നത്. ഒപ്പം തന്നെ വഴിയിലേക്കും മറ്റും മരങ്ങൾ വീഴുന്ന കാഴ്ചകൾ കൂടി കാണാൻ സാധിക്കുന്നു. MC റോഡിൽ പലയിടങ്ങളിലും ഇത്തരത്തിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടാകുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് ചെറു റോഡുകളിലും ഇത്തരത്തിൽ മരങ്ങൾ കടപുഴകി വീണ് ഗതാഗത തടസ്സം ഉണ്ടാകുന്നുണ്ട്. വൈദ്യുതി പോസ്റ്റിന് മുകളിലേക്ക് പോലും മരങ്ങൾ കടപുഴകി വീണ് വൈദ്യുതി തടസ്സം ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ ഇന്ന് രാവിലെ മുതൽ തന്നെ ശക്തമായി എല്ലാ മേഖലകളിലും പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പാലിക്കണം. കിഴക്കൻ മേഖലയിൽ, മലയോര മേഖലകളിലേക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ സുരക്ഷിതരായിട്ട് പോകണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുന്നുണ്ട് ജില്ലാ ഭരണകൂടം. കൂടുതൽ നിയന്ത്രണങ്ങൾ മഴയുടെ അപ്ഡേറ്റ് വരുമ്പോൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നാണ്. ടോബി നമുക്കൊപ്പം ചേർന്നത്.